പാലക്കാട് മണ്ണാർക്കാട് തത്തേങ്ങലം കല്ലൻപാറയിൽ 3 പേർ കുടുങ്ങിക്കിടക്കുന്നതായി വിവരം. തച്ചനാട്ട് സ്വദേശികളായ 3 പേരാണ് ഇവിടെ കുടുങ്ങിയത്. ഇവരെ രക്ഷിക്കാനായി വനവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘവും ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഗൂഗിൾ VS വിവരങ്ങളുമായിട്ട്. ഗൂഗിൾ, ആ കാണുന്ന വെളിച്ചം ആണോ? അവരുടെ ഫോൺ എന്തെങ്കിലും തെളിച്ചതാണോ? ഇതെങ്ങനെയാണ് അവരവിടെ കുടുങ്ങിയത്? ഈ മണ്ണാർക്കാട് തത്തേങ്ങലം കല്ലൻപാറയിലാണ് ഇങ്ങനെ രാത്രി മുതൽ ഒരു ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് കണ്ടു തുടങ്ങി. ഇതിനെ തുടർന്നാണ് മലയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള സംശയം രൂപപ്പെട്ടത്. തുടർന്ന് അന്വേഷിച്ചപ്പോൾ 3 പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നുള്ള കാര്യം വ്യക്തമായി. വനം വകുപ്പ് ഇപ്പോൾ അവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഈ 3 യുവാക്കളെയും ഇന്ന് തന്നെ ഇറക്കാൻ കഴിയും, അല്ലെങ്കിൽ അല്പസമയത്തിനുള്ളിൽ ഇറക്കാൻ കഴിയുമെന്നാണ് വനം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഈ തത്തേങ്ങലത്താണ് ഈ ഒരു കല്ലൻപാറ എന്ന് പറയുന്ന ഒരു പ്രദേശമാണ്. ഇത് വനമേഖലയിലുള്ള ഒരു പ്രദേശമാണ്. ഇവിടേക്കാണ് ഈ യുവാക്കൾ എത്തിയത്. ഷമീർ, ഇർഫാൻ, മുർഷിദ്, ഇങ്ങനെ 3 പേരാണ് കുടുങ്ങിക്കിടക്കുന്നതായി പ്രാഥമികമായി വിവരം ലഭിച്ചത്. ഇവരുടെ വാഹനങ്ങൾ ഈ മലയുടെ അടിയിൽ ഉണ്ടായിരുന്നു. അതിലെ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയപ്പോഴാണ് ഈ 3 യുവാക്കൾ മുകളിൽ ഉണ്ടെന്നുള്ള വിവരം വനം വകുപ്പിന് ലഭിച്ചതും വനം വകുപ്പ് 2 വഴികളായി തിരിഞ്ഞ് ഈ മലയുടെ മുകളിലേക്ക് കയറിയതും. ഇവർ വൈകുന്നേരം ഏതൊരു സമയത്ത്, ഒരുപക്ഷെ 5 മണിക്ക് മുൻപ് ഈ മലയിൽ കയറിയതാകാം. അതിനുശേഷം ഇരുട്ടായപ്പോൾ തിരിച്ചിറങ്ങാനുള്ള വഴി അറിയാതെ ഈ മലയിൽ കുടുങ്ങിക്കിടക്കുന്നതാണെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. ഇവർ ഫ്ലാഷ് ലൈറ്റ് പുറത്തേക്ക് അടിക്കുകയും കൂക്കി വിളിക്കുകയും ചെയ്തു. അങ്ങനെയാണ് പ്രദേശവാസികൾ ഈ വിവരം അറിഞ്ഞത്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്തെന്നാൽ അടിയിലുള്ളവർക്ക് മുകളിലുള്ളവരോട് സംസാരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി വന്നു. കാരണം അടിയിൽ നിന്ന് എത്ര ഒച്ചത്തിൽ പറഞ്ഞാലും മുകളിലേക്ക് കേൾക്കില്ല. പക്ഷെ മുകളിൽ നിന്ന് അടിയിലേക്ക് പറയുന്നതെല്ലാം കേൾക്കുകയും ചെയ്യും. ഇതുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇവർക്കിടയിൽ സാധ്യമായിരുന്നില്ല. പക്ഷേ ഈ അല്പം റിസ്ക് എടുത്ത് തന്നെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മുകളിലേക്ക് കയറി ഈ യുവാക്കളുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മലയുടെ താഴ്വാരത്ത് നിൽക്കുന്നവരിൽ നിന്നും ലഭ്യമാകുന്ന വിവരം. അങ്ങനെ വനം വകുപ്പ് സംഘം ഇവരുടെ തൊട്ടടുത്തെത്തിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവരെ ഒരുപക്ഷെ ഇന്ന് തന്നെ ഇറക്കാൻ കഴിഞ്ഞേക്കുമെന്നാണ് വിചാരിക്കുന്നത്. മഴയോ മറ്റു പ്രതിസന്ധികളോ വന്നാലാണ് ഇവരെ. എത്ര ദൂരമാണ് കണക്കാക്കുന്നത്? ഇവർ നിൽക്കുന്ന ഇടങ്ങളിൽ വന്യമൃഗങ്ങളൊക്കെ കൂടുതലായിട്ട് ഇറങ്ങുന്ന സ്ഥലമാണോ? ദൂരം കൃത്യമായി വ്യക്തമല്ല. പക്ഷെ ഒരു കുത്തനെയുള്ള ഒരു കയറ്റമാണ് ഈ മലയുടെ മുകളിലേക്കുള്ളത്. അവിടെ നിന്ന് അടിയിലേക്ക് ഇറങ്ങാൻ അത് കുത്തനെയുള്ള ചെരിവായതുകൊണ്ട് തന്നെ പരിചയമില്ലാത്തവർക്ക് രാത്രി ആ വഴി ഇറങ്ങുക എന്നുള്ളത്, വെളിച്ചമില്ലാതെ ഇറങ്ങുക എന്നുള്ളത് സാധ്യമല്ല. കാരണം അതിൽ ഒരു മേഖലയിലൂടെ മാത്രമേ ഇറങ്ങാൻ കഴിയുകയുള്ളൂ. അതിന് ഇടതുവശത്ത് ചെങ്കുത്തായ ഒരു വലിയ ഇടിവാണ്, അവിടേക്ക് ഇറങ്ങാൻ കഴിയില്ല. അതാണ് ഇവിടെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നത്. അപ്പോൾ ഇവർ ഉണ്ടെന്ന് മനസ്സിലായതിനെ തുടർന്ന് തന്നെ വനം വകുപ്പ് സംഘം ആ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. അവരെ ഒരുപക്ഷെ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയോ ഇറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഇവരെ കൊണ്ടുവരാനായുള്ള വനം വകുപ്പ് സംഘം ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ വന്യമൃഗശല്യം ദിവിഷ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തുള്ളൊരു വെല്ലുവിളിയാണ് അത്. പക്ഷേ വനം വകുപ്പിന്റെ ഒരു നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഒരു പക്ഷേ അതിനെ അകറ്റാൻ കഴിഞ്ഞേക്കും. പക്ഷേ എങ്കിലും പുലി അടക്കമുള്ള വന്യമൃഗങ്ങൾ ഈ പ്രദേശത്ത് ഉണ്ട് എന്നുള്ളതാണ് ഇവിടേക്ക് കയറാൻ നിയമപരമായി അനുവാദമില്ല. പക്ഷെ ഇവരെങ്ങനെ കയറി എന്നുള്ളത് വ്യക്തമല്ല. ഏതായാലും വനം വകുപ്പ് സംഘം ഇവരെ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എവിടെയുള്ളവരാണ്? തച്ചനാട് എന്ന് പറയുന്നത് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണോ? അതെ, ഈ തച്ചനാട്ടുകര സ്വദേശികളാണ് 3 പേരെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മലയുടെ അടുത്തുള്ള ഒരു തത്തേങ്ങലത്തു നിന്ന് ഏകദേശം ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശത്ത് തന്നെയാണ് ഇവർ താമസിക്കുന്നത്. പക്ഷേ എപ്പോഴും ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് അവിടെ റേഞ്ച് കുറവാണ്. ഇവരുടെ അടിയിലുള്ള വാഹനങ്ങൾ വെച്ച് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയും ആ നമ്പറിൽ ഫോണിൽ ബന്ധപ്പെട്ടപ്പോൾ ഒരാളെ കിട്ടുകയും ചെയ്തു. അത് വെച്ചുള്ള പ്രാഥമികമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ പേര് പറയുന്നത്. പക്ഷെ അത് നമ്മൾ പൂർണ്ണമായും ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷെ 3 പേരുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അവരെ ഇറക്കാനുള്ള ശ്രമവും ആരംഭിച്ചിട്ടുണ്ട്. ഇവര് ഈ പ്രദേശത്തുള്ളവർ തന്നെയാണ്. ഈ കാണുന്ന ദൃശ്യം അവിടെ കുടുങ്ങിയവർ അവരുടെ മൊബൈൽ ഫോൺ വെളിച്ചമാണ് നമ്മൾ ഈ കാണുന്നത്. ചെങ്കത്തായ ഒരു മലയുടെ മുകളിലാണ് അവരുള്ളത്. ഇതാണ് ഇപ്പൊ അവര് ഇതിന്റെ മുകളിലാണ്. ഇവിടുന്ന് എത്രയും മുകളിലാണ് അവര് നിൽക്കുന്നത്. നമ്മള് ശബ്ദം ഉണ്ടാക്കുന്നത് അവർ കേൾക്കൂല. അവർ അവിടുന്ന് ഇങ്ങോട്ട് കൂക്കണത് നമുക്ക് കേൾക്കും, വേറെ ഒന്നും നമുക്ക് കേൾക്കൂല. അവർ ഫ്ലാഷ് മാത്രമേ കാണൂ. ശരി.